الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ സംസാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അറഫയിൽ വെച്ചുകൊണ്ടാണ് സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കേണ്ട
ആഹ്ലാദവും ആനന്ദവും നേടിയെടുക്കാൻ സഹായകമാകുന്ന ഒരു ആയത്താണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിൽ ഓർമ്മപ്പെടുത്തിയത്, അല്ലാഹു അവന്റെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ പൂർണ്ണമായി വർഷിപ്പിച്ചു തരികയും വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ആ വചനത്തിന്റെ ആ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആശയം. അപ്പൊ നാം ഉൾക്കൊള്ളുന്ന ദീന് അത് പൂർണ്ണമാണ്. അത് അല്ലാഹു പൂർത്തീകരിച്ചു തന്ന അവന്റെ ഒരു നിഅമത്താണ്. അതാവട്ടെ ആ റബ്ബ് തൃപ്തിപ്പെട്ടതുമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷവും ആഹ്ലാദവുമാണ് ഉണ്ടാകേണ്ടത്. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓതിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഉമർ, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത്, റസൂലേ, ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് കുറവാണ് സംഭവിക്കുക. ആ കുറവ് സംഭവിക്കുന്നതിനെ ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് സത്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ പൂർത്തീകരിക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ചില കുറവുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിലൊന്നാമത്തെ കുറവ്, ദൗത്യം പൂർത്തീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോകുമെന്നതാണ്. സ്വഹാബത്തിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ പലതരത്തിൽ പരീക്ഷിക്കപ്പെടുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നഷ്ടങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വന്ന ഒരു ജനതയാണവർ. പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിറന്ന നാടും വീടും മണ്ണും കൃഷിയും സമ്പത്തും സൗകര്യങ്ങളും കച്ചവടവും എല്ലാം ഇസ്ലാമിന് വേണ്ടി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. രോഗവും വേദനയും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചതിന്റെ ധാരാളം ചരിത്രങ്ങൾ അവർക്ക് അയവിറക്കാനുണ്ട്. പക്ഷെ അവിടെയൊന്നും അവർ കരഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ സ്വഹാബത്തിന്റെ കണ്ണു നിറഞ്ഞ, സ്വഹാബത്ത് കരഞ്ഞുപോയ, അവർ വേദനിച്ച, അവർ ദുഃഖത്തിലായി പോയ രംഗങ്ങളെ പരിശോധിക്കുമ്പോ അതെല്ലാം ചേർന്ന് നിൽക്കുന്നത് മഹാഭൂരിപക്ഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടാൻ. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കാൻ, സംസാരിച്ചു കൊണ്ടിരിക്കാൻ. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് സ്വാതന്ത്ര്യം നൽകി, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു. ദുനിയാവ് വേണമെങ്കിൽ ദുനിയാവ് തെരഞ്ഞെടുക്കാമെന്നും അള്ളാഹുവിന്റെ അടുത്തുള്ളത് വേണമെങ്കിൽ അത് തെരഞ്ഞെടുക്കാമെന്നും ഒരടിമക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകി. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അള്ളാഹുവിന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. ഫബക അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു ഫീ നഫ്സി. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു, മാ യുബ്കിയാദ ശൈഖ്, ഈ മനുഷ്യൻ എന്തിനാണ് ഈ കരയുന്നത്? ഏതോ ഒരാളോട് അല്ലാഹു ദുനിയാവ് വേണോ അള്ളാന്റെ അടുത്തുള്ളത് വേണോ എന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അയാൾ അള്ളാന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തതിന് ഈ മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്,
പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ അബ്ദ്, അള്ളാന്റെ റസൂലാണ് ആ തെരഞ്ഞെടുത്ത അടിമ. വകാന അബൂബക്കർ അഅലമന, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂട്ടത്തിൽ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ആള്. റസൂൽ പറയാണ് അള്ളാന്റെ അടുത്തുള്ളത് അടിമ തെരഞ്ഞെടുത്തിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായത് അള്ളാഹു പ്രവാചകന് സ്വാതന്ത്ര്യം കൊടുത്തു. ദുനിയാവ് വേണോ പരലോകം വേണോ? പരലോകമാ റസൂല് തെരഞ്ഞെടുത്തിരിക്കുന്നു. റസൂല് നമ്മളോട് വിട പറയാനായിരിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ച് കരഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയയക്കുന്ന വികാരനിർഭരമായ ഒരു രംഗമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു തന്റെ വാഹനപ്പുറത്തൻ ആ വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ നടക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മുആദേ ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിനപ്പുറം ഇനി നമ്മൾ ഒരിക്കൽ കണ്ടുമുട്ടണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി, ഈ പള്ളിയിലൂടെ എന്റെ ഖബറിന്റെ ചാരത്തുകൂടെ മുആദേ താങ്കൾ നടന്നുപോയേക്കാം. ഫബകാ മുആദ്, മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഏതാനും നാളുകൾക്ക് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മഹദി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട് സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉമ്മയെ പോലെ പരിചരണവും സംരക്ഷണവും കൊടുത്ത ആ മഹദിയുടെ വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ, നബി സന്ദർശിച്ചിരുന്ന വീടാണ്, നമുക്കൊന്ന് സന്ദർശിച്ചുകൂടെ? അങ്ങനെ അവർ സന്ദർശിച്ചു. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും അവരെ കണ്ടപ്പോ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അള്ളാന്റെ റസൂലിനെ ഈ ദുനിയാവിനേക്കാൾ ഉത്തമം പടച്ചോന്റെ അടുത്തുള്ളതല്ലേ, അതല്ലേ അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്തത്? അന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി ലഅഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി, എനിക്കറിയാം അള്ളാന്റെ അടുത്തുള്ളതാണ് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വലാകിൻ അബ്കി, പക്ഷേ ഞാൻ കരഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അന്നൽ വഹിയ ഖദ് ഇൻഖതഅ മിനസ് സമാ, ഓരോ കാര്യത്തിലും നമ്മുടെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞ അല്ലാഹു വഹി ഇറക്കിയിരുന്നു, വാനലോകത്തു നിന്നുള്ള വഹി നിലച്ചുപോയില്ലേ? അത് കേട്ടപ്പോ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ ആ മഹദിയോടൊപ്പം കരഞ്ഞുപോയി എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരങ്ങളെ, കരഞ്ഞതൊക്കെ മാസങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, ആഴ്ചകൾക്ക് മുൻപ് ഈ റസൂല് നമ്മളോട് യാത്ര ചോദിക്കുമെന്ന ചിന്ത അവരുടെ മനസ്സിൽ വന്നപ്പോഴെല്ലാം ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ മുൻഗാമികൾ കരഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ അവർ കരഞ്ഞ ഈ ദിനങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വഹാബത്ത് കണ്ണുനീരൊഴുക്കിയ, പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ച, കുട്ടികൾ കരയുന്നത് പോലെ അവർ കരഞ്ഞുപോയ റബീഉൽ അവ്വൽ 12 എന്താണ് നമ്മുടെ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുത്തനുടുപ്പ് ധരിച്ച് പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കി ആടി തിമിർക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. ഏതാണ് സഹോദരങ്ങളെ ഈ ദിവസം? പ്രിയപ്പെട്ട റസൂലിന്റെ വിടവാങ്ങുന്ന നിമിഷം കണ്ട് ഞങ്ങളുടെ വെല്ലുപ്പാക്ക് ഇന്ന് എന്തൊരു വേദനയാണ് എന്ന് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ ചോദിച്ച ദിവസമാണിത്. എന്റെ ഉപ്പ ഇന്ന് അനുഭവിക്കുന്നത് വല്ലാത്ത വേദനയാണ് എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു പറഞ്ഞ ദിവസമാണത്. ആയിഷ, മരണത്തിനു വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ദിവസമാണത്. ആ ദിവസത്തിലാണ് മിഠായിയും പായസവും ഭക്ഷണവും വിതരണം ചെയ്ത് ആടിത്തിമിർക്കുന്നത്. സഹോദരങ്ങളെ, എന്തായിരുന്നു ആ ദിവസങ്ങളിലെ സ്വഹാബത്തിന്റെ അവസ്ഥ? ചരിത്രം വായിക്കുന്നിടത്ത് വല്ലാത്തൊരു വാക്ക് നമുക്ക് കാണാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണങ്ങടഞ്ഞപ്പോ വസ്വാറൽ മുസ്ലിമൂന
മുസ്ലിങ്ങളായി തീർന്നു. എങ്ങനെ? കൽ ഗനമിൽ മതീറ ഫിൽ ലൈലത്തി ശാതിയ ലിഫഖദി നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾ കോരിച്ചൊരിയുന്ന മഴയുള്ള രാവിൽ ഒറ്റപ്പെട്ടു മഴ പെയ്ത് ആ മഴ കൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആട്ടിൻകുട്ടി വിറങ്ങലിച്ച് നിൽക്കുന്നത് പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട റസൂലിന്റെ വിയോഗത്തെ കുറിച്ച് ചിന്തിച്ച് സ്വഹാബത്ത് വിറങ്ങലിച്ചു പോയ ദിവസമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനിയിലേക്ക് മണ്ണുവാരിയിട്ട സ്വഹാബത്തിനോട് പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അതിന് എന്ന് കണ്ണു നിറച്ച് ചോദിച്ച ദിവസങ്ങളാണിത്. സഹോദരങ്ങളെ, ആ ദിവസങ്ങളിലാണ് ശൈത്താൻ ബോധപൂർവം ഒരിക്കലും ആ റസൂലിന്റെ വിയോഗത്തെ കുറിച്ച് ചിന്തിച്ച് ആ വിയോഗത്തിന്റെ സമയത്ത് റസൂൽ നൽകിയ ഉപദേശങ്ങൾ പോലും വിശ്വാസി മനസ്സുകളിൽ ഇടം പിടിക്കരുത് എന്ന് ചിന്തിച്ച് ശൈത്താൻ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ് ആ ദിവസങ്ങളിൽ ആഘോഷങ്ങൾ. അതുകൊണ്ട് നാം റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം പ്രഖ്യാപിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണ്, മനസ്സിൽ തട്ടിയതാണെങ്കിൽ അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കാകണം. അതാണല്ലോ കവി പറഞ്ഞത്, ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മനസ്സിലുള്ള ഇഷ്ടം അത് സത്യസന്ധമാണെങ്കിൽ അനുസരണമാണ് ഉണ്ടാകേണ്ടത്. കാരണം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവനോടുള്ള അനുസരണമാണ് മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കാകണം. സഹോദരങ്ങളെ, 23 കൊല്ലത്തെ ഉപദേശങ്ങളുണ്ട്. അതിൽ ആ മരിക്കുന്ന നിമിഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ചില ഉപദേശങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. മരണത്തിനു കാരണമായ രോഗം വന്നപ്പോ പ്രവാചകൻ കൊടുത്ത ഒന്നാമത്തെ ഉപദേശതാണ്, ജൂത നസാറാക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരവരുടെ നബിമാരുടെ, മറ്റു ചില റിപ്പോർട്ടുകളിൽ അവരിലെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി. സ്നേഹിക്കാൻ വേണ്ടി ദഫ് മുട്ടുന്നവർ ദഫ് മുട്ടി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാ പതാക ഉയർത്തി തുടങ്ങുന്നത്? അവസാന ദിവസം കൊടുത്ത ഉപദേശത്തെ, രോഗം വന്ന അന്ന് കൊടുത്ത ഉപദേശത്തെ ലംഘിച്ചുകൊണ്ട്. ചിന്തിക്കണം സഹോദരങ്ങളെ, മരിക്കുന്ന അവസാന സെക്കൻഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം എന്താ? സ്വഹാബിമാര് പറയുന്നുണ്ട്, ഹീന ഹദറത്തുൽ വഫാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ ആ സമയമായപ്പോ വഹുവ യുഗർഗിറു ബിനഫ്സിഹി, മനസ്സിലെന്തോ പ്രവാചകൻ മന്ത്രിക്കുന്നുണ്ട്, പുറത്തേക്ക് വരുന്നില്ല. കാതുകൂർപ്പിച്ചവർ കേട്ടതെന്താണ്? അസ്വലാ വമാ മലകത് ഐമാനുകും, മനുഷ്യരെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണേ. സ്നേഹിക്കുന്ന, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജാഥ പോകുന്ന, റാലി പോകുന്ന ദിവസം സുബഹുണ്ടോ, ളുഹറുണ്ടോ, അസറുണ്ടോ, അല്ലാത്ത ദിവസങ്ങളിലുണ്ടോ? ഈ കൂടിയിരിക്കുന്ന നമുക്കുണ്ടോ? ഇന്നത്തെ ജുമഅക്ക് സമയത്തെത്താനുള്ള ഭാഗ്യം നമുക്കുണ്ടായോ? 2-3 സൊഫാണ് സഹോദരങ്ങളെ ഉള്ളത്. സാന്ദർഭികമായി പറഞ്ഞതാണ്. എത്ര കേട്ടതാണ് ഈ മിമ്പറിൽ നിന്ന് നമ്മൾ. പറ്റിയോ? അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കായോ? നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. അവസാന സെക്കൻഡിൽ ഉമ്മ മരിക്കണ സമയത്ത് കയ്യും പിടിച്ച് ചെറിയ മോളെ കാര്യം നീ നോക്കണമെന്ന് പറഞ്ഞാലേ അതിലുണ്ടാവില്ല നമുക്കൊരു ശ്രദ്ധ. വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ആ കച്ചവടത്തിന്റെ കാര്യം ഈ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധ ഉണ്ടാവൂലേ സഹോദരങ്ങളെ? മരിക്കണ സമയത്ത് മനസ്സ് മന്ത്രിച്ച്, ചുണ്ട് മന്ത്രിച്ചത് എന്താ? അസ്വലാ, നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ്. ശ്രദ്ധിക്കാൻ പറ്റിയോ? ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് കിട്ടിയോ? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. മറ്റൊരിക്കൽ അവസാന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഉപദേശം, ദുനിയാവിന്റെ അലങ്കാരത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ്. അനുസരണത്തിലൂടെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമയ്യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ
വഹസുന ഉലൈക റഫീഖാ. അള്ളാന്റെ റസൂലിനെയും അള്ളാഹുവിനെയും അനുസരിച്ചാൽ നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സൽവൃത്തരായ മനുഷ്യരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാനാകുമെന്നാണ്. അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നതാണ് അള്ളാന്റെ ചോദ്യം. ഇവിടുന്ന് ആ റസൂലിനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇവിടുന്ന് ആ റസൂലിനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഏത് റസൂൽ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേടിയാൽ ഉറപ്പായും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന കൊടുത്തിട്ട്, രോഗം വന്നപ്പോ, പീഡനങ്ങൾ ഉണ്ടായപ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ പ്രാർത്ഥിക്കാതെ നമുക്ക് വേണ്ടി പരലോകത്ത് പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ കാണാൻ അനുസരിച്ചു ജീവിക്കണമെന്ന് അല്ലാഹു പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുസരിക്കുക. സ്വഹാബത്ത് കരഞ്ഞ ഈ നിമിഷങ്ങളിൽ ബിദ്അത്തിന്റെ പേരിലുള്ള ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് അവർ നിൽക്കുന്ന സമയത്ത് മുർറബി ജനാസത്തിൻ ഫഉസ്നിയ അലൈഹാ ഖൈറ, ഒരു ജനാസ കൊണ്ടുപോവുകയും അതിൻ്റെ നന്മകളെക്കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്തു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് വജബത് വജബത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ വജബത് എന്ന് പറഞ്ഞു. വമുർറബി ജനാസത്തിൻ ഫഉസ്നിയ അലൈഹാ ശർറ, മറ്റൊരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ കുറിച്ച് ആളുകൾ സംസാരിച്ചു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് വജബത് വജബത്. ഇതേ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, 2 അനുഭവങ്ങളിലും ഒരേ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറ, ആരെക്കുറിച്ചാണോ നിങ്ങൾ ഖൈറു പറഞ്ഞത്, വജബത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു. വമൻ അസ്നൈതും അലൈഹി ശർറ, ആരെക്കുറിച്ചാണോ നിങ്ങൾ ഉപദ്രവത്തെക്കുറിച്ച് സംസാരിച്ചത്, വജബത് ലഹുന്നാർ, അവർക്ക് നരകവും ഉറപ്പായിരിക്കുന്നു. കാരണം അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ അല്ലാഹ് നിശ്ചയിച്ച ചില സാക്ഷികളാണ്. കഴിഞ്ഞ ദിവസം ഒരു ജനാസക്ക് നമ്മൾ സാക്ഷിയായി. കേട്ടത് മുഴുവൻ സഹോദരങ്ങളെ ഖൈറുകൾ മാത്രം. ഒരായുഷ്കാലം മുഴുവൻ നന്മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതം. ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സമയം മുഹമ്മദ് കുഞ്ഞി സാഹിബ് നിസ്കരിച്ചത് ഇവിടെ നിന്നായിരിക്കും. അതേ സ്ഥലത്ത് ആ ജനാസ എത്തിയപ്പോ എത്ര ആള് പിറകിലുണ്ടായി. നമ്മളുടെ കാലശേഷം എന്തു പറയും? അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ കുറച്ച് എഴുത്തുകളുണ്ട്. നമ്മൾ എന്ന ഉപ്പയെക്കുറിച്ച് നമ്മളുടെ മക്കൾക്കുള്ള ബോധ്യം എന്താണ്? എന്തു പറയും മക്കൾ നമ്മളെക്കുറിച്ച്? എവിടെയാണ് നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ മനുഷ്യനൊരു വീഴ്ച വന്നത്? പടച്ചവന്റെ അടുത്താണ് ശരിയായ കണക്കുള്ളത്. പക്ഷെ നമ്മൾ സാക്ഷികളാണ്. സഹോദരങ്ങളെ, എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ചത്? ജീവിതത്തിന്റെ അവസാന നിമിഷവും ഒരു നന്മയിൽ സാക്ഷിയായി പോകാനാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യം. അത് പടച്ചോന്റെ ദീനിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കുമ്പോൾ പടച്ചോൻ നമുക്ക് പകരം തരുന്ന തൗഫീഖാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു രംഗമുണ്ടായിരുന്നു. മക്കളും കുടുംബവും അടക്കം ആ ഖബറിന്റെ അരികിൽ നിന്ന് തിരിച്ചു പോയിട്ട് അദ്ദേഹത്തോട്
ഒരു ചെറിയ രക്തബന്ധം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ മുഖം പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ പോകാനാവണം നമുക്ക്. അതിന് സമയമുണ്ടല്ലോ, പടച്ചോൻ തന്ന സമയം, അത് പടച്ചോന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റണം. സഹോദരങ്ങളെ, കച്ചവടവും തിരക്കും വീടും കുടുംബവും മക്കളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ പ്ലാൻ ചെയ്തപ്പോ നമ്മളുടെ കണ്ണിൽ വിജയിച്ചിട്ടുണ്ട്. അള്ളാഹു പരലോകത്തിലും അത് അങ്ങനെ തന്നെ ആക്കി കൊടുക്കുമാറാകട്ടെ. ചിലയിടത്തൊക്കെ പകരം വെക്കാൻ ആരായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മരണത്തിന്റെ വാർത്ത കേട്ടപ്പോ അദ്ദേഹത്തെ കുടുംബത്തെക്കാളും എൻ്റെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹം ജീവിച്ച നാടിനെയാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒരു നാട് മുഴുവൻ അനാഥത്വം അനുഭവിക്കണമെങ്കിൽ അയാൾ ആ നാടിന് ചെയ്ത നന്മ എത്രയായിരിക്കും. അതുകൊണ്ട് നന്മകളാൽ ഓർത്തു വെക്കുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കെല്ലാം അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തിന് വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ പടച്ചറബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണം കൊണ്ടുണ്ടായ വിടവ് അതിനേക്കാൾ നല്ലവരെ കൊണ്ട് നികത്താൻ ഈ കൂട്ടായ്മക്ക് അള്ളാഹു ശക്തി നൽകുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമിക്കാൻ, സഹിക്കാൻ, വിധിയെ ഉൾക്കൊള്ളാൻ ആ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നന്മയിൽ തുടരാൻ ആ കുടുംബത്തിന് അള്ളാഹു സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നന്മ കൊണ്ട് ആയിരങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ പറ്റുന്ന ഇത്തരം നല്ല ജീവിതങ്ങളെ കാഴ്ചവെക്കാൻ പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.